Today we have to discuss a new chapter, the sequences of real numbers. What is mean by a sequence? Sequence എന്ന ടേം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ്. What is a sequence? Sequence is a collection of numbers in the case of real numbers, or generally sequence is a collection of objects with definite order. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ഓർഡറുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക. സച്ച് ഫോർ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ, റിയൽ നമ്പറുകളുടെ കേസിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് ഡെഫിനിറ്റ് ഓർഡർ. ഡെഫിനിറ്റ് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി എലമെൻറ്റ് ഇൻ ദ കളക്ഷൻ വിൽ ഹാവ് എ ഡെഫിനിറ്റ് പൊസിഷൻ. ഒരു കൃത്യമായൊരു പൊസിഷൻ ആ സീക്വൻസിലെ അല്ലെങ്കിൽ ആ കളക്ഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരാൾ, സെക്കൻഡ് പൊസിഷനിൽ ഒരാൾ, 10th പൊസിഷനിൽ ഇന്നയാൾ ഉണ്ടാവണം. അങ്ങനെ ഒരു കൃത്യമായ പൊസിഷൻ അതിൽ ഓരോ മെമ്പേഴ്സിനും അസൈൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് സീക്വൻസുകളുടെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. സീക്വൻസ് ഓഫ് ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അവിടെ നമുക്കറിയാവുന്ന സീക്വൻസ് ഇതാണ്. പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 etc. ഇവിടെ ഫസ്റ്റ് പോസിറ്റീവ് നമ്പർ 2 ആണ്. ദാറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ദ നമ്പർ ഈസ് 2. ഇൻ ദ സെക്കൻഡ് പൊസിഷൻ 4, തേർഡ് പൊസിഷൻ 6. ഇങ്ങനെ ഫിക്സഡ് ആണ് ഈ സീക്വൻസിലെ അല്ലെങ്കിൽ ഈ കളക്ഷനിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും പൊസിഷൻ. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ദ തേർഡ് പോസിറ്റീവ് ഈവൻ നമ്പർ ഈസ് 6. കൃത്യമായിട്ട് നമുക്കൊരു പൊസിഷൻ അവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. ഇനി വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. 1/1, 1/2, 1/3 etc. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് 1/1 or 1 ഈസ് അസൈൻഡ് ടു ദ പൊസിഷൻ 1 ആൻഡ് 1/2 ഈസ് അസൈൻഡ് ടു ദ പൊസിഷൻ 2, second position, and in the third position the element is 1/3 and so on. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഈ ഓരോ എലമെൻറ്റുകൾക്കും കൃത്യമായ പൊസിഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ കളക്ഷനിലെ ഓരോ എലമെൻറ്റിനെയും നമുക്ക് നാച്ചുറൽ നമ്പറുകളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. That means we can see a relation between set of all natural numbers and the given set. All the sets are subsets of real numbers, so we can find a relation from the set of all natural numbers to the set of all real numbers. Set of all natural number നിന്നും set of real numbers-ലേക്കുള്ള ഒരു റിലേഷൻ ഈ സീക്വൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഈസ് അസൈൻഡ് ടു 2. ദാറ്റ് ഈസ് A is related to, 1 is related to 2. That is A of 1 is 2. A of 2 is equal to 4. A of 3 equal to 6 and so on. അങ്ങനെയാണെങ്കിൽ A of n എന്ന് പറയുന്നത് എന്തായിരിക്കും? nth പൊസിഷനിലുള്ള നമ്പർ ഏതായിരിക്കും? നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. These are double of the natural numbers taken in the set of all natural numbers. So A of n is 2 into n. ഇവിടെയാണെങ്കിലോ ഹിയർ A of 1 equal to 1/1, A of 2 equal to 1/2, A of 3 equal to 1/3. അങ്ങനെ പോവുകയാണെങ്കിൽ വാട്ട് ഈസ് A of n? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n. ഇങ്ങനെ ഒരു റിലേഷൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും തമ്മിലുള്ളൊരു റിലേഷൻ. മോറോവർ വി ക്യാൻ സേ ദാറ്റ് എ ഫങ്ഷൻ, ഒരു ഫങ്ഷൻ നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. ദാറ്റ് ഈസ് sequence is a function from set of all natural numbers to set of all real numbers. ഇങ്ങനെ ഒരു ഫങ്ഷൻ ആയിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മൾ സീക്വൻസുകളെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ഫങ്ഷനുകളുടെ പ്രത്യേകതകളെല്ലാം നമുക്ക് സീക്വൻസുകളിലും കാണാൻ പറ്റുമെന്നുള്ളതാണ്. സോ സീക്വൻസ് ഈസ് എ ഫങ്ഷൻ ഫ്രം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത് A of n അല്ലെങ്കിൽ an എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. കോമൺലി നമ്മൾ എഴുതുന്നത് സീക്വൻസിലെ ടേമുകളെയും ഫംഗ്ഷനെയൊക്കെ an എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇവിടെയാണെങ്കിൽ an ഈക്വൽ ടു
2n, and here an equal to 1 by n. അത് n is a nth term of the sequence എന്ന് നമ്മൾ പറയും. നമ്മൾ നേരത്തെ എടുത്ത സീക്വൻസുകളുടെ പോയിന്റുകളെ, ഇമേജ് പോയിന്റിനെയും അതായത് വാല്യൂവിനെയും നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകളെയും ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സിൻ്റെ ഗ്രാഫ് നമ്മൾ 1 2 3 4 ഇവിടെ 1 2 3 4 5 6 അപ്പോൾ 1 2 3 ഇങ്ങനെ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഓരോ എലിമെൻറ്റിൻ്റെയും ഇമേജ് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞാൽ 1, that is we have the function an is equal to 2n. For 1 the value is 2, that is the point 1 2. Then for 2 എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് 2 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം 2 4, then 3 6 and so on. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ആസ് n increases the value also increases. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി നമ്മുടെ വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ, അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ കിട്ടാത്ത രീതിയിൽ അങ്ങനെ വലുതായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ രണ്ടാമത്തെ സീക്വൻസ് കൺസിഡർ ചെയ്ത് നോക്ക്. രണ്ടാമത്തെ സീക്വൻസ് നമ്മൾ എടുത്തിരുന്നത് 1/n എന്നാണ് നമ്മളവിടെ ഫംഗ്ഷൻ എടുത്തത്. 1/n എന്ന് പറയുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ഫോർ 1 what is 1, that is 1 1. For 2 that is for 2 the function is value is 1/2, so the point will be here 1 1/2. For 3 2 1/2, 3 1/3, 4 1/4. ഇങ്ങനെ കണ്ട ഇവിടെ വാല്യൂസ് ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട്. ചെറുതായി നമുക്ക് അവസാനം ഈ നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വന്ന് ചിലപ്പം ഈ എക്സ് ആക്സിസിൽ ചിലപ്പോൾ മുട്ടിയേക്കും. എക്സ് ആക്സിൽ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആസ് n tends to infinity the value become 0. അവിടെ നമ്മൾ പറയുക ആസ് n tends to infinity an the value of an approaches to 0. ഇത് നമ്മൾ ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മാത്സിൽ പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയും ആസ് n tends to infinity an equal to 1/n is approaches to 0. ഇങ്ങനെ n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സീക്വൻസിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിന് നമ്മൾ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയും. ഇങ്ങനെ ഒരു ലിമിറ്റുള്ള സീക്വൻസുകളെ കൺവേർജൻറ്റ് സീക്വൻസ് എന്നാണ് പറയുക. കൺവേർജൻറ്റ് സീക്വൻസസ്. അപ്പോൾ ഈ an എന്ന് പറയുന്ന an equal to 1/n is approaches to 0 as n tends to infinity. So the sequence an is convergent എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ an equal to 2n എന്ന് പറയുന്ന സീക്വൻസ് നമുക്കറിയാം ആസ് n tends to infinity the value of 2n approaches to larger and larger, or 2n is approaches to infinity. അവിടെ നമുക്കൊരു കൃത്യമായൊരു ഫിക്സഡ് റിയൽ നമ്പർ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഫോർ ദ സീക്വൻസ് an equal to 2n is said to be divergent. കൺവേർജൻ്റ് ആണെങ്കിൽ, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺവേർജൻ്റ് എന്ന് പറയും. അങ്ങനെ ലിമിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഡൈവേർജൻ്റ് എന്നും ആണ് പറയുക സീക്വൻസുകളുടെ കാര്യത്തിൽ. ദാറ്റ് ഈസ് ദ സീക്വൻസ് an is converges to a number L. an is converges to a number L, or L is said to be the limit of the sequence an if an gets close to and remains arbitrarily close to L as n becomes large. That is, we say that the sequence an is converges to L if an is arbitrarily close to L as n becomes large. So we write limit n tends to infinity an equal to L, or an converges to L as n tends to infinity. ഇതൊരു ഇൻഫോർമൽ ഡെഫിനിഷനാണ്. ഫോർമലായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നത്, ഫോർമലായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവിടെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷൻ എപ്സിലോൺ എൻ ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുക. എപ്സിലോൺ എൻ ഡെഫിനിഷൻ പറയുന്നത് എ sequence an is said to have a limit L, that is limit n tends to infinity an
equal to L if for every positive real number epsilon, that is epsilon greater than 0, for every positive real number however small, ഏത് റിയൽ നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അധികവും ചെറിയ റിയൽ നമ്പറുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്സിലോൺ ഡെൽറ്റയൊക്കെ സൂചിപ്പിക്കാറുള്ളത്. there corresponds an integer, positive integer, a natural number, there corresponds a natural number n such that the distance between an and L is less than the chosen real number epsilon for all n greater than or equal to n. എന്ന് പറഞ്ഞാൽ നമ്മൾ എ എൻ എന്ന് പറയുന്ന സീക്വൻസിന് ഒരു എൽ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് ചൂസ് ചെയ്യുന്ന ഏത് പോസിറ്റീവ് റിയൽ നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാൾ ചെറിയ ഡിസ്റ്റൻസിൽ എ എൻ മൈനസ് എൽ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ എൻ മൈനസ് എൽ ഈസ് ലെസ് ദാൻ ദ ചൂസൺ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എ എൻ ഈക്വൽ ടു 1/n എന്ന് പറയുന്ന സീക്വൻസിൽ ദ സീക്വൻസ് ഈസ് കൺവേർജസ് ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം ഏതൊരു റിയൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എ എൻ മൈനസ് 0 ഈസ് ലെസ് ദാൻ ദ ചോസൺ റിയൽ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു 1/2 എടുക്കാം. 1/2. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 0.5 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയണമെങ്കിൽ, 0ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ ഇതുപോലെ ഒരു നാച്ചുറൽ നമ്പർ കണ്ടെത്താൻ പറ്റണം. ഈ നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള ഓരോ നാച്ചുറൽ നമ്പറുകളുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എൻ, ആ എ എന്നും നമ്മുടെ ലിമിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോണേക്കാളും ചെറുതാവുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കൺവേർജൻ്റ് ആയിരിക്കും. ഇവിടെ അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു 0.5 അല്ലെങ്കിൽ 1/2 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പറുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് എപ്പോഴാണ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എൻ മൈനസ് എൽ മീൻസ് ഹിയർ എൻ ഈസ് 1/n ആൻഡ് എൽ ഈസ് 0. 1/n മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഈ ഇങ്ങനൊരു ഡിസ്റ്റൻസിൽ ഇങ്ങനൊരു ഡിഫറൻസ് ലെസ് ദാൻ 1/2 ആവുന്ന എന്നുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ആ എന്നുകൾ നാച്ചുറൽ നമ്പേഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ പോരെ. ആ നാച്ചുറൽ നമ്പറുകൾക്ക് ഇത് ട്രൂ ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താൽ പോരെ. അതാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹിയർ ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/n ഈസ് ലെസ് ദാൻ 1/2. ദാറ്റ് ഈസ് 1/n ലെസ് ദാൻ 1/2 implies 2/1 is less than n/1 or n is greater than 2. That means for all natural numbers greater than 2, the terms of the sequence and the limit, the difference between the terms and the limit is ലെസ് ദാൻ 1/2. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. n ഗ്രേറ്റർ ദാൻ 2 എന്നാണ് പറയുന്നത്. അപ്പോൾ 2നേക്കാൾ വലിയ നാച്ചുറൽ നമ്പറുകൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2നേക്കാൾ വലിയ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമുകളും നമ്മുടെ സീക്വൻസും നമ്മുടെ സീക്വൻസിൻ്റെ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 1/2 ആയിരിക്കുമെന്നല്ലേ പറയുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സപ്പോസ് n ഈക്വൽ ടു 3 എന്ന് എടുക്കാം. n ഈക്വൽ ടു 3 ആണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് A3 മൈനസ് 0 ലെസ് ദാൻ 1/2 ആയിരിക്കണം. A3 എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ്. 1/3 മൈനസ് 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1/3. 1/3 ലെസ് ദാൻ 1/2 ആണോ? ക്ലിയർലി 1/3 ഈസ് ലെസ് ദാൻ 1/2. ഇനി 1/4 ആണെങ്കിലും 5 ആണെങ്കിലും 6 ആണെങ്കിലും 3 മുതലുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ ടേമിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമും നമ്മുടെ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 1/2 ആയിരിക്കണം എന്നാണ്. എല്ലായിടത്തും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം an, the sequence an equal to 1/n is converges to 0 എന്ന്. അപ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് ഇങ്ങനെയാണ് the sequence epsilon n definition പറയുന്നത് ഇങ്ങനെയാണ്. the sequence an is said to have a limit L if modulus of an minus L less than epsilon for all n greater than n and for the chosen epsilon. ഇങ്ങനെ സീക്വൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സീക്വൻസ് ഈസ് convergent എന്ന് പറയും. അതർവൈസ് വി സേ ദാറ്റ് ദ സീക്വൻസ് ഈസ് ഡൈവേർജൻറ്റ്. ഈ കൺവെർജൻറ്റിൻ്റെ ഡൈവേർജൻറ്റിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്യേണ്ടത്. എക്സാമ്പിളിലേക്ക് പോകാം. Now let us consider an example for finding the limit of a sequence.
the question is, show that limit n tends to infinity 2n divided by n plus 3 equal to 2. That is, for the sequence an equal to 2n divided by n plus 3, the limit is 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ എപ്സിലൺ n ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസ് എപ്സിലോൺ n ഡെഫിനിഷൻ എന്നാണ്. അപ്പോൾ എപ്സിലോൺ n ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് 2 ആണ് എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതിനുവേണ്ടി ബൈ ദ ഡെഫിനിഷൻ വി ഹാവ് ടു ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ ഫോർ എവറി ചോയ്സ് ഓഫ് അവർ എപ്സിലോൺ. നമ്മൾ ഏത് ഒരു റിയൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ചൂസ് ചെയ്താലും ആ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയി ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് an മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടും ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യണം. ഫോർ ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ്, ഫോർ such natural numbers an minus l is less than epsilon എന്ന് നമുക്ക് പറയാനും പറ്റണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് മോഡുലസ് ഓഫ് an മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ. നമുക്ക് ഓരോ എപ്സിലോൺസ് എടുത്തിട്ട് നമുക്ക് അവസാനം ചെക്ക് ചെയ്യാം. മോഡുലസ് ഓഫ് an മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ മീൻസ് an is 2n divided by n plus 3, l is 2, that is less than 2 less than epsilon, that is modulus of 2n. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ minus 2n minus 6 divided by n plus 3 less than epsilon എന്ന് പറയാം. That is 2n minus 2n is 0, minus 6 by n plus 3 is less than epsilon എന്ന് കിട്ടും. That is the absolute value 6 by n plus 3 is less than epsilon എന്ന് എഴുതാം. That is 6 by epsilon is less than n plus 3, or n plus 3 is greater than 6 by epsilon, or n greater than 6 by epsilon minus 3. അതായത് നമുക്ക് ചൂസ് ചെയ്യേണ്ട നമ്മൾ ചൂസ് ചെയ്ത നാച്ചുറൽ പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയി for every natural number greater than 6 by epsilon minus 3. ഈ 6 by epsilon minus 3 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയേക്കാൾ വലിയ ഏത് നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്താലും, അല്ലെങ്കിൽ ഓരോ നാച്ചുറൽ നമ്പറിനും ഈ an മൈനസ് l, ദാറ്റ് ഈസ് 2n by n plus 3 minus 2 ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു 1 എടുത്ത് നോക്കാം. എപ്സിലോൺ സാധാരണ നമ്മൾ ചെറിയ റിയൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലിമിറ്റ് പറയാറുള്ളത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്ത് നോക്കാം. ഇഫ് എപ്സിലോൺ ഈക്വൽ ടു 1, ദെൻ 6 ബൈ എപ്സിലോൺ മൈനസ് 1 എന്ന് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഫോർ എവറി നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ n ഈക്വൽ ടു 4 മുതൽ ഉള്ള എല്ലാ നാച്ചുറൽ നമ്പറുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള an മൈനസ് 2 ലെസ് ദാൻ 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. n ഈക്വൽ ടു 4 തന്നെ എടുത്ത് നോക്കാം. n ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മുടെ an ഈക്വൽ ടു 2n ബൈ n പ്ലസ് 3 എന്ന് പറയുന്ന വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫോർ n ഈക്വൽ ടു 4 വി ഗെറ്റ് a4 ഈക്വൽ ടു 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3, ദാറ്റ് ഈസ് 8 ബൈ 7 എന്ന് കിട്ടും. നമുക്ക് 8 ബൈ 7 മൈനസ് 2 ലെസ് ദാൻ 1 ആണോ നോക്കാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് a4 മൈനസ് l equal to 8 by 7 minus 2 equal to point, the absolute value is 0.87 എന്ന് കിട്ടും. It is clearly less than 1. ഇനി നമ്മൾ ഏതെടുത്താലും, ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് വാല്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സപ്പോസ് ഒരു വാല്യൂ എപ്സിലോൺ ഈക്വൽ ടു ഒരു 1/5 ആണെന്ന് വിചാരിക്കാം. ഇഫ് എപ്സിലോൺ ഈക്വൽ ടു 1/5, അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/5 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറുകൾ ഉണ്ടാവുമോ? ചെക്ക് ചെയ്ത് നോക്കാം. എപ്സിലോൺ ഈക്വൽ 1/5 ആണെങ്കിൽ 6 ബൈ എപ്സിലോൺ മൈനസ് 3 എന്ന് പറയുന്നത് 6 ബൈ 1/5 മൈനസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 ഇൻറ്റു 5, ദാറ്റ് ഈസ് 30
-3 ദാറ്റ് ഈസ് 27 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഫോർ എവറി നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 27, 27ന് ശേഷമുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും, അതായത് 28 മുതൽ n=28 മുതലുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് an-2 ലെസ് ദാൻ 1/5 എപ്സിലോൺ 1/5 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ ഏത് റിയൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും, എപ്സിലോൺ ആയിട്ട് റിയൽ നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ആ നാച്ചുറൽ നമ്പറിനേക്കാൾ വലിയ ഏത് ടേംസ് എടുത്താലും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ടേംസ് എടുത്താലും ഈ അവയുടെ ഡിഫറൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ an ആൻഡ് ദ ലിമിറ്റ് വിൽ ബി ലെസ് ദാൻ അവർ ചോയ്സ് ഓഫ് എപ്സിലോൺ. ഇതാണ് ചെയ്യേണ്ടത്. സോ ഹിയർ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ എപ്സിലോണും ഇങ്ങനെ ഒരു n എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. വി ഹാവ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 6/ε-3. വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് an-l or an-2 ഈസ് ലെസ് ദാൻ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഈസ് ഈക്വൽ ടു 2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് നമ്പർ 127 ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളും ചെയ്ത് നോക്കുക. എക്സസൈസ് പ്രോബ്ലത്തിലും ഇതുപോലെ ഒന്നുണ്ട്. എക്സസൈസ് പ്രോബ്ലത്തിലും ഇതുപോലെ നമുക്ക് ലിമിറ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിട്ട് അയച്ചു തരിക. 137 എന്ന് പറയുന്ന പേജ് 137 പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 20 അതെല്ലാവരും ചെയ്തിട്ട് ഇതാണ് ക്വസ്റ്റ്യൻ കാണാം. ഇതാണ് ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ n such that 1/√n+1 ഈസ് ലെസ് ദാൻ 0.03 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അത് ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റ് ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.